കല്ലുത്താം കടവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പാളയം ന്യൂ മാർക്കറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങി. കോഴിക്കോട് പാളയത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുന്ന പുതിയ മാർക്കറ്റിൽ അത്യാധുനിക സംവിധാനങ്ങളാണുള്ളത്. അതേസമയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കച്ചവടക്കാർ തുടരുകയാണ്. 3 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 300-ലധികം കടമുറികൾ, തൊഴിലാളികൾക്കുള്ള വിശ്രമ മുറികൾ, 500 വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഹൈജീനിക് ഫ്ലോറുകൾ, ഇങ്ങനെ അതിനൂതന സൗകര്യങ്ങളാണ് കല്ലുത്താം കടവിലെ ന്യൂ പാളയം മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് നഗരത്തിലെ നിരവധി പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുക. ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി റിസർവ് ചെയ്ത യാത്രക്കാർക്ക് ട്രെയിൻ നഷ്ടപ്പെടുന്ന സ്ഥിതി മാറും. നിലവിലെ പാളയം മാർക്കറ്റിന് സമീപത്തുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. വലിയ കണ്ടെയ്നറുകൾക്കുൾപ്പെടെ പ്രവേശിക്കാനാകുന്ന വിധത്തിലാണ് പുതിയ മാർക്കറ്റ് സമുച്ചയം തയ്യാറാകുന്നത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാര സാധ്യതകൾക്കാണ് വഴി തുറക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും അപ്പോൾ ഇവിടെ 57 സ്ക്വയർ ഫീറ്റ് 65 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളവരായിരുന്നു അധികവും. അപ്പോൾ അത് മതി അവിടെ നിന്നായിരുന്നു എഗ്രിമെൻ്റ്. എങ്കിലും കോർപ്പറേഷൻ നമ്മൾ വന്ന ശേഷം നമ്മൾ പറഞ്ഞു അത് പോരാ, കുറച്ചുകൂടി പുതുതല്ലേ, ഇത്തിരി കൂടി വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ആ വർക്ക് ഏറ്റെടുത്ത ആൾക്കാരെ സംബന്ധിച്ച് മിനിമം 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ള ഓരോ യൂണിറ്റ് ഷോപ്പുകളും, പിന്നെ മറ്റുള്ളവരുടെ ആവശ്യം അനുസരിച്ച് 400, അതൊക്കെ അങ്ങനെ 200 അങ്ങനെയൊക്കെ ഏരിയയുള്ള ഷോപ്പുകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. 2 ഭാഗത്തുനിന്നും ആക്സസ് ഉണ്ട്. അതേസമയം കെട്ടിട വാടക ഉയരുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. കോഴിക്കോടിൻ്റെ പൈതൃകമായിരുന്ന പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിലുള്ള പ്രതിഷേധം തുടരാനാണ് കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും തീരുമാനം. ഇവിടെ സൗകര്യക്കുറവ് ഇല്ല. കാരണം കച്ചവടക്കാർ പുതിയതായിട്ട് സ്ഥാപനങ്ങൾക്ക് ആവശ്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഉള്ള കച്ചവടം തന്നെ നിലനിർത്താൻ വേണ്ടി പാടുപെടാണ്. കാരണം തൊഴിലാളികളെ കുറിച്ച് സ്വന്തം മുതലാളിമാർ തന്നെ പണിയെടുത്ത് ഉപജീവന മാർഗം കൈയാണ്. പദ്ധതിക്കെതിരായ തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും പ്രതിഷേധം തുടരുമ്പോഴും കല്ലുത്താൻ കടവിലെ മാർക്കറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ ഉദ്ഘാടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ. മനീഷ് പെരുമണ്ണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.